ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? മൊബൈൽ ഫോൺ ഇല്ലാതെ ആരും പുറത്തിറങ്ങാറില്ല, വീട്ടിലിരിക്കാറില്ല. മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിനെ പഴയ തലമുറ എങ്ങനെ കണ്ടിരുന്നോ അതേ മട്ടിലാണ് ഇന്നും പാഠ്യപദ്ധതി രൂപീകരിക്കുന്നവർ കാണുന്നത്. ഏതോ ഒരു ഏലിയൻ വസ്തു, അതെന്തോ ഒരു അപരിചിത വസ്തു, അതെന്തോ ആവശ്യമില്ലാത്ത വസ്തു എന്ന മട്ടില്ല. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അത് തരുന്ന ടെക്നോളജി സെൻട്രിക്കാണ്, അതിനെ ചുറ്റിയാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്ന് അല്ലേ? നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നത്, പേഴ്സ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പേടിയില്ല, മൊബൈൽ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേടി ഒരിടത്ത് പോകാൻ, ശരിയല്ലേ? ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും പോകാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മൊബൈൽ ഫോണായി മാറുന്ന ഒരു കാലത്തേക്ക് മാറുക. ദുബായിലൊക്കെ ചെന്നാൽ നിങ്ങൾ പാസ്പോർട്ട് പോലും കാണിച്ചില്ലെങ്കിലും മുഖം കാണിച്ച് ഇറങ്ങിപ്പോകാവുന്ന സ്ഥിതിയിലുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഒരു ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാ കുട്ടികളുടെയും മനുഷ്യൻ്റെയും ജീവിതത്തിലെ സുപ്രധാന എലമെൻറ്റായി ഇത് മാറിയ സ്ഥിതിക്ക് ഇതിനെ എങ്ങനെ മാന്യമായിട്ട് ഉപയോഗിക്കണമെന്നും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു പാഠമെങ്കിലും 12ാം ക്ലാസ് വരെ വേണ്ടതല്ലേ? വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി.